കൃഷി വകുപ്പിലേക്ക് മാറിപ്പോയി. കൃഷി വകുപ്പ് പോയി കൃഷി വകുപ്പ് അവിടെയും സ്മൂത്താണ്. രാധാകൃഷ്ണൻ പോലെ തന്നെ പ്രസാദ് നല്ല നല്ല മിനിസ്റ്റർ. മന്ത്രിയാണ്. അതെ നമ്മൾ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മാത്രമല്ല അവിടെ അശോകാണ്. അതെ അപ്പോൾ നല്ല ടീമാണ്. നല്ല മാത്രമല്ല അവിടെ ഈ ക്യാംകോ പ്രശ്നമായി കിടക്കുകയായിരുന്നു. അപ്പോൾ ക്യാംകോ ശരിയാക്കാൻ വേണ്ടി അതും ചാർജ് തന്നു. അതും നമ്മൾ പരമാവധി പറ്റും വിധത്തിലൊക്കെ ചെയ്തു പോകും. കാംകോ ഈ കാർഷിക യന്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അതെ അതും നഷ്ടത്തിലൊന്നും മാത്രമല്ല, അത് സത്യം പറഞ്ഞാൽ വലിയ കോമഡിയാണ്. അവിടെ ഞാൻ ചാർജ് എടുക്കുമ്പം 70 കോടി രൂപ നമ്മൾ റിസീവബിൾ ഉണ്ട്. നമ്മൾ മെഷീൻ വിറ്റു, പക്ഷേ പൈസ കിട്ടില്ല. ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമാർ പൈസ തരുന്നില്ല, ഏജൻസീസ് തരുന്നില്ല. 70 എന്നിട്ട് അഡ്വാൻസിൽ കൊടുത്തോണ്ടേയിരിക്കുക. വീണ്ടും 70 കോടി കിട്ടാനുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമ്മുടെ ഈ കമ്പണൻസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഇവർക്ക് ഏതാണ്ട് ഒരു 50 കോടി കൊടുക്കാനും ഉണ്ട്. ഒന്നുമില്ല, കയ്യിലില്ല. വണ്ടി ഇടിച്ച് നിന്നു എന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള അവസ്ഥ. ഈ 70 കോടി കിട്ടാനുള്ളതിന് ഒരു തുണ്ട് കടലാസും ഇല്ല, ചെക്ക് പോലും ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ സങ്കല്പിക്കാൻ പറ്റും ഒരു പൊതുമേഖലാ സ്ഥാപനം. ഞാൻ ഒരു എന്താ പറയുക, ഒരു ക്രെഡിറ്റ് പോളിസി ഉണ്ടാക്കി. ക്രെഡിറ്റ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 70 കോടിയിൽ തരാനുള്ളവർ സെറ്റിൽമെൻറ്റ് പ്ലാൻ കൊണ്ടുവരികയാണെങ്കിൽ വിത്ത് ചെക്ക് എഴുതി ഒപ്പിട്ടിട്ട് നിങ്ങൾ തരാൻ പോകുന്നൊരു ഡേറ്റും കൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സപ്ലൈ തരാം. ഇല്ലെങ്കിൽ ഞാൻ സപ്ലൈ നിർത്തുകയാണ്. അത് സീസണായിരുന്നു, അപ്പോൾ സപ്ലൈ എല്ലാവർക്കും വേണം. ഞാൻ സപ്ലൈ നിർത്തുകയാണ്. നിങ്ങൾ ഫുൾ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിത്ത് ഡിസ്കൗണ്ട് തരും. അഡ്വാൻസ് പേയ്മെൻറ്റ് തരുന്നവർക്ക് കൂടുതൽ ഡിസ്കൗണ്ട് തരും. അറ്റ്ലീസ്റ്റ് ചെക്കെങ്കിലും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനമെങ്കിലും തരും. ചെക്കും തരില്ല, ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു പോളിസി ആയിട്ട് ഒരു ടൈമും വെച്ചു, ഒരു 1 മന്ത് ടൈമും കൊടുത്തപ്പോൾ ഈ 70 ഏതാണ്ട് 90% നമുക്ക് കിട്ടി. ചെക്കെങ്കിലും കിട്ടി. കുറേ പേര് സെറ്റിൽ ചെയ്തു. പുതിയ കുറേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചാടി വന്നു. കാരണം അവർ നോക്കുമ്പോൾ ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുകയല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ഈ മാർക്കറ്റ് ഇവിടെ അല്ല കേട്ടോ. നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒറീസ, നമ്മൾ ഫുൾ ഇവിടുന്ന് കയറ്റി വിടുക. ഇവിടെ എന്ത് കൃഷി? അവിടെ അല്ലേ ശരിക്കും ഈ വലിയ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള കൃഷി. അപ്പോൾ ആസാം, വെസ്റ്റ് ബംഗാൾ, ഒറീസ ഇവിടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ബീഹാർ, പുതിയ സ്ഥലങ്ങളും അന്വേഷിച്ചു. ചുരുക്കി പറഞ്ഞ ഒരു 1-2 മാസത്തിനുള്ളിൽ നമുക്കൊരു ടേൺ അറൗണ്ട് കൊണ്ടുവരാൻ പറ്റി.